പിന്നെ ക്യാമ്പ് തുടങ്ങിയ പിറ്റേ ദിവസം തന്നെ പനി വന്നുകൊണ്ട് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇന്ന് നമുക്ക് ക്യാമ്പിന് വേണ്ട കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങി. ഇന്ന് നമുക്ക് പാവനാടകമാണ്. അങ്ങനെ ചാർട്ടും പേപ്പറൊക്കെ തന്നിട്ട് നമ്മളെ മനസ്സിൽ തന്നെ ഒരു കോലം വരക്കാൻ പറഞ്ഞു. ഒരു മോഡൽ സാറ് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ വന്നത് ഈ കോലാണ്. നമ്മളെപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ ഇതേ മോന്തയാണല്ലോ. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ഐഡിയക്ക് വെച്ചിട്ടൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കണില്ല. പിന്നെ ഓരോരുത്തരും ഓലുണ്ടാക്കിയ പാവന അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിച്ചു കൊടുക്കലും കല്യാണാലോചിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ പാടെ. ക്യാമ്പിൽ വന്ന എല്ലാവരും മാറും എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇത്രയും കാലമായിട്ട് കുപ്പി പൊട്ടിച്ച് മാത്രം ശീലമുള്ളവന് ഇപ്പൊ ഒന്ന് കുപ്പി ഒട്ടിക്കുക വിചാരിച്ച പോലല്ല കൈവുണ്ട്. ഇത് മൂത്തിട്ട് നടന്നുണ്ട്. എന്നാ പിന്നെ എന്റെ മോന്ത കാണണ്ടല്ലോ. പിന്നെ ഉണ്ടാക്കിയ പാവകളെ കൊണ്ട് എല്ലാവരും ഡാൻസ് കളിപ്പിക്കുകയാണ്. പിന്നെ ഓരോ ഗെയിംസ് ആയിരുന്നു. അതും എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ക്യാമ്പിന് വന്ന ജിഷ്ണു സാറ വക പാവനാടകം. അങ്ങനെ പാവനാടകത്തിന്റെ ക്ലൈമാക്സ് കണ്ട് കിളി പോയിരിക്കണം. അപ്പൊ മനസ്സിലായില്ല അതിന്റെ റേഞ്ച് എന്തേക്കാരം എന്നുള്ളത്. ഇതാണ് നമ്മളെ ക്യാമ്പിന്റെ മെയിൻ സ്പോട്ട്. എന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും കുറ്റം പറിച്ചത്. പിന്നെ ലാസ്റ്റ് ഒരു ചായയും കുടിച്ചു. തുടക്കത്തിൽ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വണ്ടി വന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഞാൻ എൻ്റെ ലുക്ക് മാറ്റി. അത് കാണാനുള്ള തിക്കും തിരക്കാണ്. അപ്പൊ അതാണ് എൻ്റെ കോല. അപ്പൊ ഓക്കെ, അദ്യോ സബീബി.